പ്രായം നമ്മളുടെ ഒരു മാനസികമായിട്ടുള്ള നില മാത്രമാണ്. നമ്മളുടെ എനർജി ലെവൽ എന്ന് പറയുന്നത് അതിനും അപ്പുറത്തേക്ക് പോകണം. അതൊരു നമ്പർ മാത്രമാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രായമായി കഴിഞ്ഞു, എനിക്കിത് പറ്റില്ല എന്നൊക്കെ കരുതുമ്പോൾ അന്നമ്മ ട്രൂപ്സിനെ ഹേമേന്ദ്രനെ കണ്ടു പഠിക്കണം അല്ലേ? ഉറപ്പായിട്ടും. അത്രയും അവർക്ക് ആ പ്രായം ആയെന്ന് പോലും പറയില്ല, നമ്മളെക്കാട്ടി എനർജിയാ. ഇതിലൊക്കെ ഞാനും കണ്ടപ്പോ ഇതിലൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കും. ഇത് സുംബ ഡാൻസ് ഒപ്പം തന്നെ യോഗയൊക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോഴും 76 വയസ്സുള്ള അന്നമ്മ ട്രൂപ്സ് ഇങ്ങനെ ചമ്രം പടഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെ അത്ഭുതപ്പെടുത്തുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല, അതായത് താഴെ ഇരിക്കാൻ പറ്റുന്നില്ല, നിലത്ത് ഇരിക്കുന്നില്ല, കസേരയിലല്ലേ കസേരയിൽ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 70 വയസ്സ് കഴിഞ്ഞാലും നിലത്തൊക്കെ ഇങ്ങനെ ചമ്രം പടഞ്ഞിരിക്കണമെങ്കിൽ ഇപ്പോഴേ തന്നെ നിങ്ങൾ ട്രെയിനിങ് തുടങ്ങുക. ഒരു 40 വയസ്സൊക്കെ ആകുമ്പോൾ കൃത്യമായിട്ട് യോഗയോ അതല്ലെങ്കിൽ മറ്റുള്ള ട്രെയിനിങ്ങോ ഒക്കെ എടുക്കുക. അപ്പോൾ യോഗയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ തമാശയ്ക്കാണെങ്കിൽ പോലും ഇപ്പോൾ അലോം വിലോം യോഗ ചെയ്തിട്ടുണ്ടോ? ഇല്ല, യോഗ ചെയ്തില്ല. യോഗയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ യോഗ ട്രെയിനിങ്ങിന് പോകുമ്പോൾ പഠിപ്പിക്കുന്നു, അലോം വിലോം പഠിപ്പിക്കും അല്ലേ? അതൊന്ന് നമ്മുടെ തള്ളവിരൽ മൂക്കിൽ വെക്കുന്നു, ഇതിലൂടെ ശ്വാസം എടുക്കുന്നു, എടുത്ത് പൂർണ്ണമായി നിറഞ്ഞതിന് ശേഷം നമ്മൾ ഈ 2 വിരൽ കൊണ്ട് ഇത് അടച്ചു പിടിക്കണം, എന്നിട്ട് ഇതിലേക്കൂടെ വിടണം, എന്നിട്ട് തിരിച്ചെടുക്കണം. ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ എന്താ പ്രയോജനം എന്ന് ചോദിക്കും. അതെനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. കാരണം ഇത് രണ്ടിലൂടെ ഇവിടെ നിന്നും ഇത് ശ്വാസം എടുത്തു കഴിഞ്ഞാൽ മുകളിൽ പോകുമ്പോൾ ഒരൊറ്റ കുഴലിലൂടെ അകത്തോട്ട് പോകുന്നത്. പിന്നെ എന്തിനാണ് ഈ 2 കൂടെ ശ്വാസം എടുക്കുന്ന ഒരു ചോദ്യമില്ലേ? ആ ചോദ്യമാണൊരു സയൻസിൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. പക്ഷേ യോഗ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എക്സസൈസ് എന്ന നിലയിൽ യോഗയുടെ പൊസിഷനുകളെല്ലാം ശാസ്ത്രീയമായി ചെയ്താൽ നല്ലതാണ്. പക്ഷേ അശാസ്ത്രീയമായ യോഗയുമുണ്ട്, അതും പ്രേക്ഷകർ ശ്രദ്ധിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അന്നമ്മ ചേച്ചി ഇരിക്കുന്ന നോക്കി 76ാമത്തെ വയസ്സിലും ഷീ ഈസ് വെരി കൂൾ, കംഫർട്ടബിൾ അല്ലേ? നമ്മുടെ ബ്രീത്തിങ് ആണ്. നമ്മുടെ ബ്രീത്തിങ് പല ആർഗ്യുമെന്റ്സ് ഉണ്ട്, എന്നാലും ഈ ബ്രീത്തിങ് ആണ് ഇതിന്റെ എക്സാക്ട്ലി. അപ്പൊ അലോം വിലോം ഉണ്ട്, കപാൽഭാതി എന്ന് പറയുന്ന മറ്റൊരു എക്സസൈസ് ഉണ്ട്. കപാൽഭാതി ശ്വാസം എടുത്തതിന് ശേഷം വയർ ഇങ്ങനെ ചെറുതായിട്ട് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം, ഈ സാധനമാണ് കപാൽഭാതി. പതഞ്ജലിയുടെ കാര്യം പറയരുത്, സുപ്രീം കോടതി ഓടിച്ചതാ. പതഞ്ജലിയുടെ ഉൽപ്പന്നമല്ല ഞാൻ പറഞ്ഞു, പുള്ളി കാണിക്കുന്നത്. അപ്പൊ പതഞ്ജലിയുടെ എനിക്കൊന്നു വളരെ ശാസ്ത്രീയമായി ചെയ്യുന്ന ആളുകളുമുണ്ട്, എന്നാൽ ശാസ്ത്രീയമായ വശങ്ങൾ അറിയാത്ത തെറ്റിദ്ധരിപ്പിക്കുന്ന യോഗയും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത് സൂക്ഷ്മമായിട്ട് തിരിച്ചറിഞ്ഞു വേണം ചെയ്യാൻ എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ്.